നമസ്കാരം. 10ാം ക്ലാസ് കഴിഞ്ഞവരെ പുതിയൊരു കാര്യം പരിചയപ്പെടുത്തുകയാണ് ഫിസിക്സിലെ. അതാണ് ഡയമെൻഷണൽ അനാലിസിസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ദോസ് വിച്ച് ക്യാൻ ബി മെഷേർഡ്. 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവയെ പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിന് യൂണിറ്റ്സ് ഉണ്ടായിരിക്കണം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് ഇന്റർനാഷണൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അവയെ പറയുന്ന പേരാണ് SI യൂണിറ്റ്സ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നുള്ളതിന്റെ ചുരുക്കരൂപമാണ് SI യൂണിറ്റ്സ്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അവയുടെ SI യൂണിറ്റ്സും പരിചയപ്പെടാം. ഒന്നാമത്തത് മാസ്. SI യൂണിറ്റ് കിലോഗ്രാം, സിമ്പിൾ kg. രണ്ടാമത്തത് ലെങ്ത്. SI യൂണിറ്റ് മീറ്റർ, സിമ്പിൾ സ്മോളർ. മൂന്നാമത്തത് ടൈം. യൂണിറ്റ് സെക്കൻഡ്, സിമ്പിൾ സ്മോളസ്. നാലാമത്തെ ടെമ്പറേച്ചർ, യൂണിറ്റ് കെൽവിൻ, സിമ്പിൾ ക്യാപിറ്റൽ K. അടുത്തത് ഇലക്ട്രിക് കറന്റ്. അഞ്ചാമത്തെ യൂണിറ്റ് ആംബിയർ, സിമ്പിൾ ക്യാപിറ്റൽ A. അടുത്തത് ലൂമിനസ് ഇന്റൻസിറ്റി. ആറാമത്തെ പ്രകാശത്തിന്റെ തീവ്രത പറയുന്നതാണ്. അതിന്റെ യൂണിറ്റ് കാൻഡല, CANDELA. അതിന്റെ സിമ്പിൾ CD. ഏഴാമത്തത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതിന്റെ യൂണിറ്റ് മോൾ, സിമ്പിൾ MOL. അപ്പോൾ നമ്മൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അവയുടെ SI യൂണിറ്റ്സും സിമ്പിൾസും കണ്ടു കഴിഞ്ഞു. ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസിനെ 7 ഡയമെൻഷൻസ് ഓഫ് വേൾഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡയമെൻഷണൽ അനാലിസിസിൽ ആദ്യത്തെ 5 ഡയമെൻഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ 3 എണ്ണമാണ് പ്രധാനം. അതായത് M, L, T, മാസ്, ലെങ്ത്, ടൈം. ഇവയുടെ ഡയമെൻഷൻസ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഈ MLT ഇതിന്റെ പവേഴ്സ് ആയിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഡയമെൻഷണൽ ഇക്വേഷൻസ് എന്ന് പറയുക. ഡയമെൻഷണൽ ഇക്വേഷൻസ് പറയുന്നതിന് മുമ്പ് ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ ഇക്വേഷൻ അവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അറിഞ്ഞിരിക്കണം. ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ഈ കാണുന്നത് തന്നെ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുല സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫോർ എക്സാമ്പിൾ ഏരിയ A എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ A=L². നമ്മളിപ്പോൾ ചെയ്യാൻ പോവാണ്. ഡയമെൻഷൻസ് A=L² എന്നുള്ള ഡയമെൻഷണൽ ഇക്വേഷൻ ഒരു സമചിഹ്നത്തിന്റെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിന്റെ ഡയമെൻഷൻസും എഴുതുന്നതിനെയാണ് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുക. A physical quantity expressed in terms of its dimensions is called the dimensional formula. The dimensional formula written in the form of an equation is called the dimensional equation. നമുക്ക് ഡയമെൻഷണൽ ഇക്വേഷൻസ് ഓരോന്നോരോന്നായിട്ട് കാണാൻ ശ്രമിക്കാം. നേരത്തെ സൂചിപ്പിച്ച ഏരിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏരിയയുടെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ളതാണ്. ലെങ്ത് ആണെങ്കിലും ബ്രെഡ്ത്ത് ആണെങ്കിലും നമുക്ക് രണ്ടും മീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റും. മീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതിന്റെ ഡയമെൻഷണൽ ഫോർമുല L ആണ്. സോ ഏരിയ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ L ഇൻറ്റു L. സോ ഇറ്റ് ഈസ് L² ഓർ the dimensional formula of area is L². A =L² within square bracket. M-ഉം L-ഉം T-യും കൂടി ചേർത്ത് പറയുന്നതാണ് സ്റ്റാൻഡേർഡ്. സോ ഏരിയ A m⁻⁴ L² T⁻⁴. ഇങ്ങനെ എഴുതാം. ഇതാണ് ഏരിയയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ. A m⁻⁴ L² T⁻⁴. ഈ m⁻⁴ യുടെയും T⁻⁴ യുടെയും മൂല്യം എന്ന് പറയുന്നത്
1 ആണ്. അടുത്തത് നമുക്ക് വോളിയം ഡിസ്കസ് ചെയ്യാം. വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളതാണ്. ലെങ്ത് ആയാലും ബ്രെഡ്ത്ത് ആയാലും ഹൈറ്റ് ആയാലും മൂന്നും നമുക്ക് മീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവയുടെ ഡയമെൻഷൻസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, എൽ ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ L³ വരും. യൂണിറ്റ് വെച്ചിട്ട് എഴുതാം. മീറ്റർ ക്യൂബിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് L³ എന്ന് എഴുതാം. അപ്പോൾ വോളിയത്തിന്റെ ഇക്വേഷൻ എഴുതാനാണെങ്കിൽ V എന്ന് എഴുതി കഴിഞ്ഞാൽ V ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളില് m⁻0 L³ T⁻0 എങ്ങനെ എഴുതാം? ഇതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ ഫോർ വോളിയം. അടുത്തത് നമുക്ക് ഡെൻസിറ്റി നോക്കാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണ്. മാസിന്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ M ആണ്. വോളിയത്തിന് നമ്മളിപ്പോ ചെയ്തു L³ ആണ്. സോ the dimensional equation for density is m L³ മുകളിലേക്ക് പോകുമ്പോൾ L⁻⁻3. ഡെൻസിറ്റിനെ D വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഡയമെൻഷണൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് m L⁻⁻3 T⁻0. T⁻0യുടെ മൂല്യം 1 ആണ്. അപ്പോൾ ഏരിയ, വോളിയം, ഡെൻസിറ്റി ഇത് മൂന്നും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് സ്പീഡും വെലോസിറ്റിയും പറയാം. ഇപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെയൊക്കെ സ്പീഡ് km/h പറയുന്നത്. km/h SI യൂണിറ്റിലാണ് ഡയമെൻഷൻസ് എഴുതുക, കണക്കാക്കാനായിട്ട് എളുപ്പം. അപ്പോൾ സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ/സെക്കൻഡ്. km/h നമ്മൾ കിലോമീറ്ററിന് തത്തുല്യമായ SI യൂണിറ്റ് എന്ന് മീറ്റർ ആണ്. അതുപോലെ അവറിനെ SI യൂണിറ്റിൽ ടൈമിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അപ്പോൾ km/h എന്നുള്ളത് മീറ്റർ/സെക്കൻഡ് യൂണിറ്റ് എഴുതിയിട്ടാണെങ്കിൽ എഴുതാൻ പറ്റും. സ്പീഡിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് സ്പീഡ് L/T മീറ്റർ/സെക്കൻഡ് എന്ന് വരുമ്പോൾ L/T L⁻⁻1 എന്നായിരിക്കും. ഇനി ഈ സ്പീഡ് തന്നെ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് പറയുകയാണെങ്കിൽ അതിനെയാണ് വെലോസിറ്റി എന്ന് പറയുക. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ അതുപോലെ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാൻ ശ്രമിക്കാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതാണ്. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ, അതുപോലെ ടൈമിൻ്റെത് സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എഴുതുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. മീറ്ററിൻ്റെത് L, സെക്കൻഡിൻ്റെത് ബൈ T എന്നായതുകൊണ്ട് T⁻⁻1 വരണം. സോ ഡയമെൻഷൻസ് എഴുതുമ്പോൾ L⁻⁻1 ഇങ്ങനെ എഴുതാം. ഓർ V ഈക്വൽ ടു m⁻0 L⁻⁻1 ഇങ്ങനെ എഴുതാം. m⁻0 L⁻⁻1. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും രണ്ടിന്റെയും ഡയമെൻഷൻസ് ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സിമ്പിൾ ഏത് കൊടുക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചതാണ്. അത് L⁻⁻1 ആണ്. ടൈമിന്റെ T ആണ്. ഈ ബൈ T എന്നുള്ളത് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് വരും? T⁻⁻1 വരും. ഇവിടെ ഒരു -1 ഉണ്ട്. -1 ആവുമ്പോൾ -2 ആകും. അപ്പോ L⁻⁻2.
ആക്സിലറേഷന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് L(t)-2 ആണ്. L(t)-2. അപ്പൊ അത് m കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ m⁻0 L(t)-2 അതിന് പറയാം. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി അടുത്തത് ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്ക് ഫോഴ്സിന്റെ എഴുതാം. ഫോഴ്സിന്റെ ഇക്വേഷൻ F=ma എന്നുള്ളതാണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എളുപ്പത്തില് നേരത്തെ കണ്ടതിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. മാസിന്റെ ഡയമെൻഷൻസ് m ആണ്. ആക്സിലറേഷന്റെ ചെയ്തു കഴിഞ്ഞു L(t)-2. എത്ര എളുപ്പത്തിൽ എഴുതി നോക്കിയേ, L(t)-2. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻസ് F=(mL(t)-2 എന്നുള്ളതാണ്. ഇതുപോലെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ എല്ലാത്തിന്റെയും ഡയമെൻഷൻസ് എഴുതാൻ സാധിക്കും. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഒരു പ്രത്യേക ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുക. അപ്പോൾ ഡയമെൻഷൻസ് എങ്ങനെ വരും? ഫോഴ്സിന്റെ mL(t)-2 ഡിവൈഡഡ് ബൈ ഏരിയയുടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഏരിയയുടെ L² അല്ലെ. അപ്പം mL(t)-2 ഡിവൈഡഡ് ബൈ L² എന്ന് പറയുമ്പോൾ എല്ലും L² കൂടി വെട്ടിപ്പോയിട്ട് ഒരു എല്ല് മുകളിലേക്ക് പോകും. അപ്പോൾ mL(1 T)-2 എന്നുള്ളത് വരും. അതായിരിക്കും പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുല. ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഡയമെൻഷണൽ ഫോർമുല അറിയാൻ പറ്റും. അതല്ലെങ്കിൽ യൂണിറ്റ് വെച്ചിട്ടാണെങ്കിലും ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പറ്റും. അപ്പോൾ കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അവയുടെ ഡയമെൻഷണൽ ഫോർമുലയും ഒക്കെ എഴുതാൻ ശ്രമിക്കുക. ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.